പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകിയല്ലോ. സന്തോഷമുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്ക്, 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനമാകിയാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം, പൗലോസ് പറഞ്ഞ വാക്ക് എൻ്റെ ദൈവമോ. സ്തോത്രം. അപ്പൊ പൗലോസിന് ഒരു ദൈവം ഉണ്ടായിരുന്നു. സ്തോത്രം. പൗലോസിന് ഇതിനു മുൻപേ ദൈവമില്ലാതെ നടന്നൊരു സാഹചര്യം പൗലോസിനുണ്ടായിരുന്നു. ദൈവമില്ല എന്ന് പറയുകയും ദൈവത്തെ വിളിക്കുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായ വ്യക്തിയെ ദൈവം മാനസാന്തരത്തിലേക്ക് നയിച്ച് പൗലോസ് എന്ന പേരിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ ഒരു അഭിഷിക്തദാസനായി തീർന്നു. എന്നാൽ ഇപ്പോൾ താൻ പറയുകയാണ്, ഇന്ന് എനിക്കൊരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ട് തീർക്കും. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ദൈവം ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത്? ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത്? എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിയാത്തവനും ഒക്കെ ദൈവം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ദൈവത്തിനെ അറിയുന്നവനും ദൈവത്തെ അറിയാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിയുന്നവന്റെ ബുദ്ധിമുട്ടുകളെ തീർക്കാൻ ഒരു ദൈവമുണ്ട്. ഇല്ലാത്തവന്, ദൈവത്തെ അറിയാത്തവൻ അവന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ ശ്രമിക്കുന്നത് അവന്റെ പണം കൊണ്ടായിരിക്കാം. പക്ഷെ പലപ്പോഴും അതിൽ അവൻ വിജയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരു ദൈവവൈദ്യന് പറയാൻ സാധിക്കും, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്റെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരും. സഹോദരങ്ങളെ, ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്നവനാ ദൈവം. ഒന്നാമത്തെ നമ്മുടെ ബുദ്ധിമുട്ട് എന്താ? പാപ സ്വഭാവത്താൽ ജീവിക്കുന്ന നമ്മൾക്ക്, അതേ, നമുക്ക് എപ്പോഴും ഒരു വലിയ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സിലൊരു സന്തോഷമില്ലായ്മ. പാപത്തിൽ നിന്നുള്ള ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകണം. പാപമോചനം, രക്ഷിക്കപ്പെടുക. പാപമാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ലഭിക്കുന്ന ഒന്നാമത്തെ ബുദ്ധിമുട്ട് മാറുന്നത് യേശു കർത്താവിന്റെ രക്തത്താലാണ്. വചനം പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. മനുഷ്യൻ ഇന്ന് വന്ന സകല ബുദ്ധിമുട്ടിന്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് അവന്റെ പാപമാണ്. പാപം ചെയ്ത ദേഹി മരിക്കും, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പാപ സ്വഭാവത്താൽ നമുക്കുണ്ടായ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് ദൈവം തീർത്തു തരും. സ്തോത്രം. കർത്താവിനോട് നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എന്താ? യേശു കർത്താവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം. രണ്ടാമത്, ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും പാപമോചനം ലഭിച്ചിട്ട് നിങ്ങൾക്ക് മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ എന്താണ്? ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട്. പൗലോസ് പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു തരും. അതേ വചനം ഞാൻ നിങ്ങളോട് പറയുക, ഞാൻ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന യേശു കർത്താവിന് നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകൾ മാറ്റി നൽകാൻ കഴിയും. സാരാഫത്തിലെ വിധവയുടെ ബുദ്ധിമുട്ടിനെ മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വന്നവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അവരുടെ ബുദ്ധിമുട്ട് യേശുവിന് പറഞ്ഞു, കർത്താവേ, ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ആ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ സാധിച്ചു. കാനാവിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നു പോയി. ആ ബുദ്ധിമുട്ട് തീർക്കാൻ അവിടെ വന്നവർക്ക് ആർക്കും കഴിഞ്ഞില്ല. യേശു കർത്താവിന് മാത്രമേ ആ ബുദ്ധിമുട്ട് തീർക്കാൻ കഴിഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സകല ബുദ്ധിമുട്ടുകളും എൻ്റെ കർത്താവ് മാറ്റിത്തരും. നിങ്ങളുടെ മനസ്സിന്റെ സകല ബുദ്ധിമുട്ടുകളും കർത്താവ് മാറ്റിത്തരും. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യേശു കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ, യേശു കർത്താവിനോടൊന്ന് ചേർന്ന് വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? പൗലോസ് പറഞ്ഞ വാക്കിന് അതിന്റെ അടുത്ത വാക്ക് പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എങ്ങനെ തീർക്കുന്നത്? തന്റെ ധനത്തിനൊത്തവണ്ണം, തന്റെ മഹത്വത്തിനൊത്തവണ്ണം, ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തത്.
അപ്പൊ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിൽ കൂടെയാണ് നമ്മുടെ സകല ബുദ്ധിമുട്ടുകൾ മാറ്റി നൽകുന്നത്. ഭൂമിയിലുള്ള മധ്യസ്ഥന്മാരിൽ കൂടെ അല്ല ദൈവം നമുക്ക് ബുദ്ധിമുട്ടുകൾ മാറ്റുന്നത്. ഭൂമിയിലുള്ള മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും ദൈവത്തിൽ കൂടെ അല്ല ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റുന്നത്. പിന്നെയോ പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരുന്നത്. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർത്ത് നിങ്ങൾക്ക് സന്തോഷം നൽകുവാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു നിങ്ങളുടെ ബുദ്ധിമുട്ട് നീക്കാൻ പോവുകയാ. നിങ്ങളെ ശാരീരികമായി നിങ്ങൾ ദീർഘനാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗമാകുന്ന ബുദ്ധിമുട്ടുകളെ കർത്താവ് മാറ്റാൻ പോകുകയാ. പക്ഷപാതക്കാരനോട് കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്കണം. ദീർഘവർഷങ്ങൾ അവന് തിരിഞ്ഞു കിടക്കാൻ വയ്യാതെ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. പക്ഷെ കർത്താവ് പറയാ, എഴുന്നേറ്റ് നടന്നോളാൻ പറയാ. കണ്ണിന് കാഴ്ചയില്ലാതെ കൃത്യമായി വഴിയിലിരുന്നു കൊണ്ട് ഭിക്ഷയാചിച്ചിരുന്നു. സ്തോത്രം. കർത്താവ് ഒറ്റ നിമിഷം കൊണ്ടാ മൃത്യുമായുടെ കുരുടിനെ മാറ്റി അവന്റെ ബുദ്ധിമുട്ടിനെ മാറ്റിയതെങ്കിൽ, ദീർഘവർഷങ്ങൾ രക്തസ്രാവത്താൽ പ്രയാസപ്പെട്ടിരുന്ന സ്ത്രീ അവളുടെ ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് തൊട്ടപ്പോൾ തന്നെ മാറിപ്പോയി. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ദൈവം മാറ്റി നൽകും. നിങ്ങളുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളിപ്പോൾ ഏത് വിഷയത്തിലാണോ വ്യാകുലപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്നത്, ആ വിഷയത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലുള്ള തളർച്ചയും തകർച്ചയും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നിങ്ങൾ ചില സാമ്പത്തിക കടഭാരത്താൽ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? അതോ നിങ്ങളുടെ മനസ്സിനകത്ത് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എവിടെ സമാധാനം ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് അലഞ്ഞു നടക്കുന്നവരാണോ? ആ യേശു കർത്താവ് നിങ്ങളോട് പറയുക, ഇതിനെല്ലാം യേശുവിന്റെ പക്കൽ പരിഹാരമുണ്ട്. അതേ സ്ത്രീയോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവർ ഒരു നാളും ദാഹിക്കുകയില്ല. യേശു കർത്താവിന്റെ അടുത്ത് വന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. യേശു കർത്താവിന്റെ അടുത്ത് വന്നവരുടെ ബുദ്ധിമുട്ടുകൾ മാറാതിരുന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ യേശുവിന്റെ പാതാരബിന്ദുകൾ കടന്നു വരിക. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകും. കർത്താവ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റും. ആകെയാ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നല്ലൊരു പകൽക്കാലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഈ പകൽക്കാലം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും യേശു മാറ്റി നൽകാൻ പോകുന്നു. വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.